മുരുക മുരുക പുലി മുരുക, ഇനി അമ്പരമുയരണം വേൽ മുരുക. അപ്പൊ ഈ പുലിനെ കാണിച്ചാൽ എന്താ വെച്ചാലേ, ഞാൻ ഇനി അടയ്ക്കാമരം കവുങ്ങിന്റെ മോളിക്ക് കയറാൻ പോവാണ്. അപ്പൊ പുലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലി വെള്ളത്തിലും നീന്തി പോവും, ഇനി കരയിലും പോവും. അപ്പൊ പുലിനെ തോൽപ്പിക്കാൻ ഒരു മൃഗത്തിനും പറ്റില്ല. പക്ഷെ ലയനാണ്, സിംഹമാണ് കാട്ടുരാജാവ്. അപ്പോൾ ഈ കവുങ്ങിൻ്റെ മോളിൽ കൂടെ കയറിപ്പോയാൽ നമുക്ക് അടിപൊളി പാഷൻ ഫ്രൂട്ടുകൾ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ വയലറ്റ് കളറ് പാഷൻ ഫ്രൂട്ടാണ് ഉണ്ടായത്. ഇത് ഞാൻ കുഴിച്ചിട്ടല്ല, നമ്മളൊക്കെ ഈ പാഷൻ ഫ്രൂട്ട് തിന്നു കഴിഞ്ഞിട്ട് കുറച്ച് ആ തൊപ്പി അതിൻ്റെ കുരുവല്ല ആ കായ അങ്ങോട്ട് വീക്കി കളയും പകുതി. അപ്പോൾ കുറച്ചൊക്കെ അതിൽ ബാലൻസ് ഉണ്ടാവും. അത് കിടന്ന് മുളച്ചതാണ്. അപ്പോൾ അത് മുളച്ചിട്ട് ഈ കവുങ്ങിൻ്റെ കടയ്ക്കോടെ നമ്മുടെ ഒരു പുളിയുണ്ട്, നെല്ലിപ്പുളി. ഈ നെല്ലിപ്പുളി ഒരു മരത്തുമോടെ കയറിയിട്ടുവൻ നേരെ തേക്ക് മരത്തിൽ കയറിയേക്കണം. അപ്പോൾ തേക്ക് മരത്തുമേ കയറിയിട്ട് പോകാൻ ഇഷ്ടം പോലെ വെയിലും ചൂടും കിട്ടിയിട്ട് അടിപൊളി കളറാണ്, കളർഫുള്ള് സാധനമാണ്. അപ്പോൾ വേണ്ട, നമ്മൾ ഒരു തളപ്പ് ഉണ്ടാക്കുക, തളപ്പ് ഇട്ടിട്ട് കയറുക. അപ്പോൾ ഒരു കയറ് മുറിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തളപ്പും പിടുത്ത കയറും ഒരു കയറുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ ബോബനും മോളിലൊക്കെ പശുവിനെ കെട്ടിയാണ് കയറുമ്പോൾ തളപ്പുണ്ടാക്കിയിട്ട് കയറിയ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ പശു ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് താഴെ വീഴും. അപ്പോൾ ആ പണിയല്ല, ഇത് നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ബെസ്റ്റ് വയലറ്റ് കളറ്, അടിമധുരം, കഠിന മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ് ഇത്. കണ്ടില്ലേ? അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കും കയറാം, എനിക്ക് തന്നെയല്ല, ഒരു 4-5 പ്രാവശ്യം ഒരു ട്രയൽ ചെയ്താൽ മതി. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ? അപ്പോൾ സാധനം പൊട്ടിച്ചു ഇറങ്ങാണ്. ഇനിയുണ്ട് ഇഷ്ടം പോലെയാണ് സാധനം. അപ്പം ഇന്നൊരു 5-6 എണ്ണം പൊട്ടിക്കണുള്ളൂ, കാരണം അത് തിന്നാനുള്ള വയറുള്ളൂ. വേറെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പാഷൻ ഫ്രൂട്ടിന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ പെയ്തിട്ടില്ല, അതിന് നനയ്ക്കാൻ പോകണം. അപ്പോൾ മതിയില്ലേ? ഇത് മതിയാ? ശരി. അപ്പോൾ അവിടെ പുല്ല് പൊടി കൊണ്ട് കിണ്ണത്തപ്പം, താറാവ് മുട്ട പുഴുങ്ങിയത്, പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമുണ്ട് കാലത്തന്നെ, ഇഡ്ഡലി. അതൊക്കെ സബിതയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. പിന്നെ സാമ്പാറുണ്ട്, അങ്ങനെ പല ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഒരു 3-5 പൊട്ടിച്ച് ഇറങ്ങണം. ഇതാണ് നമ്മുടെ പുലിമുരുകൻ്റെ തളപ്പും പിടുത്തക്കയറും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു 5 പൊട്ടിച്ചിട്ടുണ്ട്, അത് മതി. അപ്പം മേലെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് കയറി മോളിക്കൊന്നും പോകണില്ല. അപ്പം നമ്മളുടെ വീടുകളിലൊക്കെ ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പം ഉള്ളൊരു കൃഷിയാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. അപ്പോൾ ഇതാണ് സാധനം. കണ്ടല്ലേ? അടിപൊളി വയലറ്റ്. അപ്പോൾ സബിത ഉണ്ട്, എനിക്ക് 2 തന്നോ എന്ന് പറഞ്ഞു. അതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് മുറിച്ച് തിന്നണമെന്ന് അറിയാം. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് മുറിക്കാൻ കത്തിയൊന്നും ഉണ്ട്, അവൻ്റെ പല്ല് തന്നെ ഇഷ്ടം പോലെയാണ്. കണ്ടില്ലേ? അപ്പോൾ പുലിയൊക്കെ എന്താ ഒരു മാന പിടിച്ചാണെങ്കിൽ അവൻ കത്തിയെടുത്ത് മുറിക്കാനുണ്ടാവില്ല, നേരിട്ട് കടിച്ചങ്ങോട്ട് മുറിച്ചിട്ട് കൊന്ന് തിന്നണം അവനെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഒരു കടി മതി, ഒരു കടിക്ക് സാധനം പീസാക്കി. കണ്ടോ? ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നല്ല മരം ഉണ്ടല്ലോ, നല്ല പുളി മധുരമുള്ള ഒരു സാധനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വാദാണ്. മധുരം, പുളി, മുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എരിയെന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ പുളി മധുരമാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ കാലത്ത് നേരമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ശരീരത്തിന് തണവും നല്ല വിറ്റാമിൻ ABCDEFG എല്ലാം കിട്ടും. അപ്പം ഞങ്ങൾ കൃഷിക്കാരൊക്കെ ഇത് കാലത്ത്, ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ കാലത്ത് 2 അടിക്കും. അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, സ്റ്റാർ ഫ്രൂട്ട് പിഴിഞ്ഞ് വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ പച്ചവെള്ളം കാലത്തെ നേരമൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. അത് കിണറിൽ നല്ല മിനറൽ വാട്ടർ ഇഷ്ടം പോലെയാണ്. പക്ഷേ അതൊക്കെ അവിടെ കിടക്കട്ടെ. കണ്ടില്ലേ? ഇത് വടിച്ച് ഇങ്ങോട്ട് നക്കി തിന്നാണ്, അത്രയ്ക്കും സ്വാദാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് ഇവിടെ ഇട്ടു. ഇനി അതിൽ വല്ല കുരുണ്ടെങ്കിലോ അവിടെ കിടന്ന് മുളയ്ക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതെൻ്റെ തോട്ടത്തിൽ ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് പാഷൻ ഫ്രൂട്ട് കട ഉണ്ടല്ലേ. അപ്പോൾ ഇതൊരു 5-8 കട ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതാണ് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മോളിൽ കൂടെ പടർന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളിവിടെ ഒരു തെങ്ങിൻ്റെ ഒരു 10 അടി ഉയരത്തിൽ വെച്ചൊരു തെങ്ങുമെന്നൊരു കയറ് കെട്ടിയേക്കണം.
അടുത്ത തെങ്ങ്, പിന്നെ വേറെ മാവ്, പിന്നെ തേക്ക് മരം. അതിക്ക് ഇങ്ങനെ ഒരു ആലാസ് കയറെന്ന് പറയും. പണ്ടൊക്കെ ഒരു 2 ഡയ വണ്ണത്തിലുള്ള കയറുണ്ടായിരുന്നു, ആലാസ് കയറെന്ന് പറയും. അപ്പോൾ ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. അപ്പോൾ അതിൻ്റെ കാൽ ഭാഗം വണ്ണമുള്ളൂ, കണ്ടില്ലേ? ഒരു 18 mm അല്ല 16 mm കയറാണ്, അതാണ് കെട്ടിയത്. അപ്പോൾ ഇനി ഇതുമ്പോൾ ഒരു 50 ആൾ തൂങ്ങി കിടന്നാലും ഈ കയറ് പൊട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ പാഷൻ പൊട്ടി നമ്മുടെ പടർന്ന് കയറി പോകണം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒന്ന് കെട്ടി കൊടുക്കണം, ആ കയറുമ്പോൾ എത്തണ വരെ. അപ്പോൾ ഇതുപോലെ ധാരാളം വെള്ളവും കുറച്ച് വളം കിട്ടി കഴിഞ്ഞാലേ ഇവൻ അങ്ങോട്ട് പടർന്ന് പന്തലിക്കും. 1 വർഷം കഴിയുമ്പോൾ ഇതുമ്പോൾ പൂവുണ്ടാവും, കായുണ്ടാവും, ഇഷ്ടം പോലെ കഴിക്കാം. അപ്പം നമുക്ക് ഇതുകൊണ്ട് ആയുർവേദ ഗുണങ്ങൾ ഇഷ്ടം പോലെയാണ്. അപ്പം എൻ്റെ പെങ്ങള് ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അവളോട് ചോദിച്ചാൽ എന്തും പറഞ്ഞുതരും. അപ്പോൾ ഈ താഴെ കാണുന്ന ചെടിയാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ അതൊന്നും പറിക്കാറായിട്ടില്ല. ഒരു വേനൽക്കാലം തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ പറിക്കുള്ളൂ. ഈ സാധനങ്ങൾ ഇഞ്ചി, മഞ്ഞൾ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ്, അതൊക്കെ വേനൽക്കാലത്ത് ഇതിൻ്റെ ചെടി ഉണങ്ങും. അപ്പോൾ ഇത് കട പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ കാണുന്നിടത്ത് മുഴുവൻ കളയാൻ പാടില്ല, കണ്ടോ? അപ്പോൾ കാലത്ത് ഭക്ഷണം റെഡിയായി. മണി 8:45. സബിതേരെ ഭക്ഷണങ്ങൾ കണ്ടില്ലേ? എനിക്ക് വേണ്ടിയിട്ട് പുല്ല് കൊണ്ടുള്ള കിണ്ണത്തപ്പം. ഇതാണ് ഇഡലി, നല്ല പൂവ് പോലെയുള്ള, തുമ്പപ്പൂ പോലുള്ളൊരു. ഇതാണ് സേമിയ പായസമാണ്. പായസം വെച്ചാൽ ഞാൻ കട്ട പായസം ഉണ്ടാക്കി കഴിക്കുള്ളൂ. ഇതാണ് നമ്മളുടെ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഒരു കത്തിയൊക്കെ കൊണ്ടു വെച്ചതുണ്ട്, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട്. അപ്പോൾ ഭക്ഷണം ഞാൻ കുറച്ച് കഴിക്കുള്ളൂ, എന്നാലും അവൾ ഒരു ലോഡ് കൊണ്ടുവന്ന് വയ്ക്കും, കണ്ടില്ലേ? അപ്പം നല്ല വാഴ ഇലയാണ് ഞങ്ങൾ കൃഷിക്കാരെടുക്കുന്നത്. കാരണം പ്ലേറ്റ്, പാത്രങ്ങളൊന്നും കഴുകാൻ നിൽക്കണ്ട, കണ്ടോ? ഇതാണ് പാഷൻ ഫ്രൂട്ട്, കണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ പഴുത്ത്, എൻ്റെ മോനെ, ഇതൊക്കെ കഴിക്കണം, കണ്ടോ? അപ്പം നിങ്ങളിത് വീടുകളിലൊക്കെ ഉള്ളവരൊക്കെ ഇത് കുഴിച്ചിടുക. അല്ലെങ്കിൽ ഇനി വീട്ടിലില്ലാത്തവരെന്ത് ചെയ്യണം? നമ്മളുടെ പഠിക്കുകയോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ പുറത്ത് ഒരു കുഴി കുത്തുക. ഒരു 2 അടി ചതുരത്തിൽ കുഴി കുത്തുക, 1 അടി താഴ്ച. അതിൽ കുറച്ച് ചപ്പ് ചവറൊക്കെ ഇടുക, എന്നിട്ട് മൂടുക. ഇതിൻ്റെ തൈക്ക് 10 രൂപ 15 രൂപ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തൈകൾ മുളച്ച് ഉണ്ടാവും, അത് പറിച്ചുകൊണ്ട് പോകാം. അതിനൊന്നും പൈസ വേണ്ട. അപ്പോൾ അത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ഇതുപോലെ കയറിട്ടതിന് പകരം ഇന്ന് കേരളത്തിൽ ഏത് ചെറിയ വഴി കൂടെ പോയാലും കേബിള്, മറ്റേ വൈഫൈ ലൈനിന് വേണ്ടിയിട്ട് കേബിള് വലിച്ചിട്ടുണ്ടാവും. ഈ കേബിളുമ്മയ്ക്ക് അവിടെ കൊടുത്തിട്ടോ, അവിടെ കിടന്നിട്ട് ഇഷ്ടം പോലെ നല്ല വെയിലും കിട്ടിയിട്ട് സാധനം ഉണ്ടാവും, കണ്ടോ? അപ്പോൾ തീറ്റ കഴിയുമ്പോൾ നമ്മൾ ഈ പറമ്പിക്ക് വീക്കികളയാണ്, അവിടെ കിടന്ന് മുളയ്ക്കും. അപ്പോൾ കിണ്ണത്തപ്പുണ്ട്, ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, സേമിയ പായസം ഉണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്. അപ്പോൾ ചോറ് കാലത്തൊന്നും കഴിക്കില്ല, കണ്ടോ? അപ്പോൾ ഇതുപോലെ സ്വാദിഷ്ടമായ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ, കണ്ടില്ലേ? ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണങ്ങൾ. ഇതൊന്ന് ഫോക്കസ് ചെയ്താൻ, കണ്ടോ? ഈ കറുത്തതാണ് പുല്ല് കിണ്ണത്തപ്പം. ഇതാണ് സേമിയ പായസം കട്ടയാക്കിയത്. സാമ്പാറുണ്ട്, ഇഡലി ഉണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇനി ഒന്നും വേണ്ട.